ഇന്നത്തെ ചിന്താവിഷയം പരീക്ഷ സഹിക്കുന്നവൻ. അന്ന് ശിമെയി ദാവീദിനെ ശപിച്ചപ്പോൾ അബിശായി അവൻ്റെ തലവെട്ടാൻ ദാവീദിനോട് അനുവാദം ചോദിക്കുന്നു. എന്നാൽ അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന മറുപടിയാണ് ദാവീദ് നൽകിയത്. അതെ, ഈ മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മെ ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ ഈ മനോഭാവം ഇല്ലെങ്കിൽ, ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ, ചെറുതായൊന്ന് ദ്രോഹിച്ചാൽ അതിന് പ്രതികാരം ചെയ്യണമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കുകയും ജീവിതത്തിലെ സ്വസ്ഥത നശിക്കുകയും ചെയ്യുമെന്ന് പറയാം. സ്നേഹിത, അന്ന് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയത് യഹോവയാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ആരെങ്കിലും നമുക്കെതിരായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നമ്മെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയാണെങ്കിൽ, അതിൻ്റെ കാരണം അന്വേഷിക്കുന്നതോടൊപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വിശ്വാസത്തോടും ദാവീദിൻ്റെ മനോഭാവത്തോടും കൂടി മുന്നോട്ടു പോകുന്നതല്ലേ നല്ലത്? എന്തെന്നാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. യാക്കോബ് 1:12 എന്നല്ലേ വേദപുസ്തകം പറയുന്നത്?